നമസ്കാരം. തമിഴ്നാടൻ വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സാമൂഹ്യ വിഷയമാണ്. കഴിഞ്ഞ വർഷം ഒരു മയം കലർന്ന ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം ഇത് വിശദമായിട്ട് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ ഇതിനുശേഷം ഞാൻ ആ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇന്നെൻ്റെ വിഷയം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും എങ്ങനെ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹത്തെ എങ്ങനെ രക്ഷിക്കാം. ഇന്നത്തെ നമ്മുടെ സമൂഹം നമുക്കറിയാവുന്നതാണ്. യുവതലമുറ ഏകദേശം ലഹരിക്ക് അടിമയാണ്. പണ്ട് വൈകുന്നേരങ്ങളിൽ നമ്മളൊക്കെ ഒരു ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചിരിക്കുമായിരുന്നു. അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പറഞ്ഞ് വൈകിട്ടാകുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു കയറി പോകുമായിരുന്നു. വല്ല ഓണത്തിനോ സംക്രാന്തിക്കോ ഒക്കെ എന്തെങ്കിലും വീട്ടുകാരൊന്നും അറിയാതെ പോയി ഒരു ആഘോഷത്തിൻ്റെ കണക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബീറൊക്കെ അടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫായിരുന്നു നമ്മളെയൊക്കെ. അതിനപ്പുറം നമ്മളൊന്നും ഒന്നും ചിന്തിച്ചിട്ടില്ല, പോയിട്ടില്ല. നമ്മളൊക്കെ ഇത്രയായി. പക്ഷേ പുതിയ തലമുറ അങ്ങനെയല്ല. പുതിയ തലമുറ വൈകിട്ട്, നമ്മളെല്ലാം ജംഗ്ഷൻ ബേസ് ചെയ്താണ് വൈകിട്ട് ഇരുന്നതെങ്കിൽ, പുതിയ തലമുറ ആരുമില്ലാത്ത വിജനമായ സ്ഥലത്താണ് ഇരിക്കുന്നത്. അവർ അവിടെ ഇരുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്നു, MDMA ഉപയോഗിക്കുന്നു, അതേപോലെ മൈക്രോ എക്സെട്ര, അങ്ങനെ ഒത്തിരി ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ എല്ലാവരും ഇല്ല. അതായത് 100-ൽ ഒരു 20% പുതിയ തലമുറ ഇതിലോട്ട് വഴുതി വീണ്ടിരിക്കുകയാണ്, ലഹരിയിലോട്ട് വീണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലഹരി ഇന്ന് സ്കൂളുകളിൽ പോലും സുപരിചിതമാണ്. സ്കൂളുകളിൽ സപ്ലൈ ചെയ്യുന്ന ഒത്തിരി ഏജന്റുമാരുണ്ട്, കോളേജുകളിൽ സപ്ലൈ ചെയ്യുന്ന ഒത്തിരി ഏജന്റുമാരുണ്ട്, ഇതുമല്ലാതെ കവലകളിൽ സപ്ലൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓരോ കുടുംബങ്ങളും നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നത്, ദൈനംദിനം കാണുന്നത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ മക്കൾ അതിലോട്ട് വഴുതി വീഴാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങളെ കൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ മക്കൾ ഇതിലേക്ക് വഴുതി വീണിട്ടുള്ളത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് കൊണ്ടുവന്നാക്കുന്നതാണ് അവിടെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവന്നാക്കുന്നത്. ആ ഹോസ്റ്റലിൽ പല പ്രലോഭനങ്ങളും വഴങ്ങി ആദ്യം ഒരെണ്ണം അവർ യൂസ് ചെയ്യും, 2 എണ്ണം യൂസ് ചെയ്യും, പിന്നെ അവർക്കിത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെയാകുമ്പോൾ അവരെ ഈ ഏജന്റുമാർ ഒരുപാട് ചൂഷണം ചെയ്ത് ഒരുപാട് പണങ്ങളൊക്കെ തട്ടി. പെൺകുട്ടികൾ തന്നെ നമുക്കറിയാം, ഇന്നിപ്പോൾ എത്ര വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മൾ. പെൺകുട്ടികൾ വന്ന് ഈ ലഹരി മേടിച്ചിട്ട് പോകുന്നു, പെൺകുട്ടികൾക്ക് ലഹരി സപ്ലൈ ചെയ്യുന്നു, എത്ര വീഡിയോകൾ നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒന്ന് പ്രയത്നിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തെ വഴിതിരിച്ച് നല്ല വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ കഞ്ചാവ് അടിച്ചിട്ടോ ഡ്രഗ് അടിച്ചിട്ടോ ഒക്കെ ഉള്ള കുട്ടികളെ നമ്മൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുതിർന്നവരെ കാണുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് പേര് ചേർന്നവരെ ഡി അഡിക്ഷനെ കൊണ്ടുപോകാനുള്ള ഒരു സമ്പ്രദായം, ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കണം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് നാർക്കോട്ടിക് സെല്ലിലോ എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവരെ ഏജന്റിനെ കണ്ടെത്തി. അപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇവരെയൊക്കെ ഈ സാധാരണ ആൾക്കാർ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നിമിഷ നേരം കൊണ്ട് അവിടെ നിന്ന് പോകും. ഒരു FIR പോലും ആ കേസിനിടത്തില്ല. അവർക്കൊക്കെ നല്ല പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടു കൂടി മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്, തീർച്ചയായും. അപ്പോൾ ലഹരി മാഫിയ ഒന്നടങ്കം രാഷ്ട്രീയ പാർട്ടിയെ പിണക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ടിനെ അത് ബാധിക്കും. നാളെ സമൂഹത്തിലെ ഓരോരോ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളെയൊക്കെ അത് ബാധിക്കും. പക്ഷെ അവരത് അവരെ ലഹരി മാഫിയ ഉന്മൂലനം ചെയ്യാം എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നതെങ്കിൽ അത് ഇങ്ങനെ വരത്തില്ല. അത് കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള കുട്ടികളെ കാണുകയാണെങ്കിൽ ഡി അഡിക്ഷനിൽ എത്തിക്കുക. രണ്ടാമത്തത്, അവർക്ക് ഇത് സപ്ലൈ ചെയ്യുന്നവരെ വളഞ്ഞിട്ട് പിടിക്കണം. നമ്മുടെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടിച്ച് ആക്രമിക്കരുത്. വയലൻസ് ഇതാവരുത്. ജനം നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവരെ പിടിച്ച് പോലീസിലെത്തിക്കുക. പോലീസ് മീൻസ് നാർക്കോട്ടിക് സെല്ല്, എക്സൈസ്, അങ്ങനെയൊക്കെയുള്ള നിയമപാലകരെ എത്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുവിധം നമ്മുടെ സമൂഹം ഇതിന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ചുറ്റുപാട് നന്നാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നാളെ ഇത് നമുക്കും വരാം, നമ്മുടെ വീട്ടിലും വരാം. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ കഞ്ചാവാണ്, അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ മയക്കുമരുന്നാണ്, അല്ലെങ്കിൽ അവ MDMA അടിക്കുന്നുണ്ട്, അവ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ നാളെ അവരിത് പറയുന്നത് കേൾക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, നമ്മുടെ മക്കളെ നേർവഴിക്ക് നടത്തുക. നാളെയുടെ വാഗ്ദാനമാണ്, രാജ്യത്തിൻ്റെ സമ്പത്താണ് അവർ നാളെ ഓരോരോ മേഖലയിൽ ഉയർന്നു പോകേണ്ട മക്കളാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവരെ ഉപദേശമൊന്നും അവർ കേൾക്കില്ല. ഉപദേശമൊക്കെ നമ്മളെ ഓരോ ഉപദേശത്തിനോട് പലരെയും ഉപദേശമൊന്നും അവർ കേൾക്കുന്ന ഒരു ഇതുമില്ല. അവരൊരിക്കലും ഉപദേശം കേൾക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, അവരെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് അവരെ പിടികൂടി ഡി അഡിക്ഷൻ കൊണ്ടുപോയി ഇട്ട് അവരുടെ ആ ഒരു ആസക്തിയെ
അങ്ങ് ഉന്മൂലനം ചെയ്യുക. രണ്ടാമത്, ഇത് സപ്ലൈ ചെയ്യുന്നവരെ സ്കൂളിൻ മേഖലയിലാണെങ്കിൽ അവിടെ വെച്ച് എവിടെയും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അവരുണ്ട്. നമ്മുടെ ഓരോരോ മക്കളെയും വഴിതെറ്റിക്കാനായിട്ട് അവരുണ്ട്, അവരുടെ ലൈഫ് തകർക്കാനായിട്ട് അവരുണ്ട്, ഓരോരോ മക്കളെയും ഉന്മൂലനം ചെയ്യാനായിട്ട് അവരുണ്ട്. അവരെ നിങ്ങൾ കണ്ടെത്തുക, പിടിച്ച് പോലീസിലേൽപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് നമ്മുടെ നാട്ടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നല്ല പ്രവൃത്തിയായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതാണ്. താങ്ക് യു.